സ്കൂളിൽ പോയി യോഗ പഠിച്ചെന്ന് തോന്നുന്നുണ്ട്. അച്ഛനെ സുന്ദര കുട്ടപ്പനാക്കുക. രണ്ടുപേർക്കും ഈ വൈകിയ വേളയിൽ എന്താണ് പറയാനുള്ളത്? ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരുപാട് പേരായി പറയുന്നു ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു എന്താണെങ്കിലും ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ കുഞ്ഞപ്പോൾ സ്കൂളിലേക്ക് ജസ്റ്റ് പോയതേ ഉള്ളൂ, അവനെ ഓട്ടോയിൽ കയറ്റി വിട്ടതേ ഉള്ളൂ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഒന്നും പറയേണ്ട ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുഖമൊക്കെ കഴുകി മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ചേട്ടനെ തിരിച്ചും മറിച്ച് നിർത്തുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ വരുന്ന കാര്യങ്ങളും വൈകിട്ടത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. കുഞ്ഞപ്പൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞെങ്കിലും ഒന്നും മുടി വെട്ടേട്ടാ, ഇതുപോലെ ഒന്ന് പച്ച വെട്ട്, ഒന്നും നല്ല ഇതായിട്ട് വെട്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ കേൾക്കൂലായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല ഗൈസ്. കഴിഞ്ഞ ദിവസം അച്ഛനും മോനും കൂടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ മുടിവെട്ട് കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചേട്ടൻ ഈ ലുക്കിലാണ് കാണുന്നത്. എപ്പോഴും നല്ല കാട് പോലെ മുടി വളർത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. ചേട്ടൻ മുടി വളർത്തുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ എനിക്ക് ഈ ലുക്കാണ് ഗൈസ് ഇഷ്ടം. എനിക്ക് ഇത്രയും മുടി ഇങ്ങനെ വെട്ടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പം പോയി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല ഫ്രഷ് ആയിട്ടൊരു കോഫി ഇട്ട് കുടിക്കാൻ പോവാണ്. കോഫിയൊക്കെ ഞാൻ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും ചായയാണ് കുടിക്കാറ്. അപ്പം ഇടയ്ക്ക് ഇതുപോലെ തോന്നുമ്പോൾ കോഫി കുടിക്കും. 2 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റ് ഇല്ലേ, അത് കുഞ്ഞമ്മയുടെ കടയിലുണ്ട്, അത് പോയി വാങ്ങിച്ചിട്ട് കോഫി ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ആദ്യം കോഫി പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കിയിട്ടാണ് അതിലേക്ക് പാലൊഴിക്കുന്നത്. അല്ലാണ്ട് പാലിലേക്കല്ല കേട്ടോ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ അതൊക്കെ ചേട്ടന് ഭയങ്കര നിർബന്ധമാണ്. ഇനി ആദ്യം കോഫി പൗഡർ പൊട്ടിച്ചിടണം, എന്നിട്ട് അതിലേക്ക് പഞ്ചാര ഇടണം, നല്ലോണം ഇളക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് പാലൊഴിക്കാവുള്ളൂ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. അപ്പോൾ നമുക്കിന്ന് പുട്ടും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ രാവിലെ ഓട്സ് കാച്ചി കൊടുത്തിട്ട് അവൻ ഓട്സാണ് കഴിച്ചുകൊണ്ട് പോയത്. സാധാരണ അവന് പരിപ്പ് ഇഷ്ടമാണ്, പക്ഷേ ഇന്ന് എന്തോ പുട്ടും പരിപ്പും വേണ്ടെന്ന് പറഞ്ഞു ഓട്സ് കാച്ചി കൊടുത്തു. അപ്പോൾ അതേ പഴം ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും പഴം കഴിക്കുകയാണ്. എനിക്ക് പരിപ്പ് വലിയ താല്പര്യമില്ല. ഇഷ്ടമില്ലെങ്കിലും കഴിക്കാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. എല്ലാ കറിയും ഞാൻ കൂട്ടും, പക്ഷേ പഴം കണ്ടാൽ പിന്നെ ഞാൻ പഴം കൂട്ടുള്ളൂ. ചേട്ടനും അതെ, വേറെ കറി വേണമെന്നില്ല, പഴം ഉണ്ടെങ്കിൽ പഴം കൂട്ടുള്ളൂ. അവിടെ മൂടിപ്പാത്രം വെച്ച് മൂടി വെച്ചേക്കുന്നത് പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴം കഴിച്ചു. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പരിപ്പ് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ എന്തോ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇത് ഫാസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പടപടാ കഴിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഞാൻ പോയി ലൈറ്റ് ഇട്ടു. അപ്പോഴും ഫാൻ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നോക്കിക്കേ, വിയർത്ത് കുളിച്ചൊരു പരുവായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു. ചേട്ടൻ പാത്രം ഗ്ലാസ്സും ഒക്കെ കൊണ്ടുപോയി കഴുകിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം കൂടി. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുഞ്ഞപ്പൻ രാവിലെ ഓട്സ് ഉണ്ടാക്കിയ പാത്രം, വേറെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി അങ്ങനെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുഞ്ഞപ്പം പോയി കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെട്ടി വീർക്കുന്നത്. എനിക്ക് എന്തെങ്കിലും മുഖത്ത് ഈ മോയ്സ്ചറൈസർ അതുപോലത്തെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീർക്കും ഗൈസ്, എന്താണെന്നറിയില്ല. അങ്ങനത്തെ അപ്പോൾ എനിക്ക് തുണിയൊക്കെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. തുണി കഴുകണം, അടിച്ച് വരണം, തുടയ്ക്കണം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രി വൈകുന്നേരം ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പോൾ വെട്ടിയിട്ട് ഞങ്ങൾ രാത്രി വറുക്കുകയാണ് ചെയ്തത്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ കറി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉലാത്തി എന്തൊക്കെയോ വർത്താനവും പറഞ്ഞ് കളിച്ചും ചിരിച്ച് അവിടെ കടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന അരിയാണ് കേട്ടോ. നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് മീൻ എടുത്ത് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ തേങ്ങ ചിരണ്ടി തരാൻ പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തന്നു. എന്നിട്ട് ഞങ്ങൾ മീൻകറി വെക്കുകയാണ്. മീൻകറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഈ മീനിന് വരാൻ ചാളയ്ക്ക് 160 രൂപയാണ് കേട്ടോ. വെറും 1/2 കിലോത്തിന് 160 രൂപയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഇതിനേക്കാളും വേദം ചിക്കൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കറി വെക്കുന്നത്. ചേട്ടനാണെങ്കിൽ ഇത്രയും തേങ്ങ മതിയെന്ന് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ ചിരണ്ടുന്നതിനിടയിൽ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കറി വെക്കുവാണേ. നമുക്ക് വീട്ടിൽ ചെറിയൊരു പരിപാടി നടക്കാൻ പോവാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ നടക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അമ്മ അതിൻ്റെ ഒരു ബിസിയിൽ പുറത്ത് അമ്മ വൃത്തിയാക്കി മുറ്റവും പരിസരമൊക്കെ അമ്മ വൃത്തിയാക്കിക്കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ആകെ മീൻ. ഞാൻ പറഞ്ഞില്ലേ രാത്രി വറുത്തായിരുന്നു, അപ്പോൾ ബാക്കി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് ഒരു കുഞ്ഞു കറി വെക്കാമെന്ന് വിചാരിച്ചത്. ചേട്ടന് മുളക് ചാറ് വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ മുളക് പൊടിയും മാത്രമൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ടൊക്കെ വെക്കത്തില്ല അങ്ങനെ മുളക് ചാറ്. പക്ഷെ കുഞ്ഞപ്പൻ അത് കൂട്ടത്തില്ല. കുഞ്ഞപ്പന് ഭയങ്കര എരിവല്ലേ ആ കറിക്ക്. അപ്പോൾ ഈ തേങ്ങ അരച്ച് വെക്കുമ്പോൾ കുറച്ച്
കുറച്ച് എരിവ് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ നല്ലോണം അരച്ചെടുത്തു. ഇതേ ചട്ടിയിലെ അവസാനത്തെ തുള്ളി വെള്ളം ഊച്ചിക്കളഞ്ഞിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ ചട്ടി ചൂടാവുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്ന സൗണ്ട്, എന്തൊക്കെയോ സൗണ്ട് വരും. അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു ചൂടായപ്പോഴേക്കും കടുകിനെ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കാത്തു നിൽപ്പുണ്ട് ഈ എണ്ണ ചൂടാകാൻ വേണ്ടി. കാരണം പെട്ടെന്ന് ചൂടാവും എണ്ണ, നമ്മൾ നോക്കി നിന്നാൽ ചൂടാകത്തുമില്ല, അതറിയാലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് കയ്യിൽ കിട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ അടുക്കി അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഉപ്പ്, ഉലുവ, കടുക്, വെളിച്ചെണ്ണ എല്ലാം അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉലുവ പൊട്ടാനുള്ളൊരു കാത്തിരിപ്പാണ് ഗെയ്സ്. ഉലുവയെ ഇട്ട് അതിനെ ഒരു വിധത്തിൽ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടിയൊക്കെ ഇട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പില്ലേ, ആ മിക്സിയിൽ കണ്ടോ ജാറിൽ അരപ്പുണ്ട്, അരപ്പും അങ്ങോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുടംപുളി, ആ ഗ്ലാസ്സിൽ കുടംപുളിയാണ് കേട്ടോ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. 2-3 കഷ്ണം പുളിയുണ്ട്. ആ ഗ്ലാസും വെള്ളവും പുളിയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കി. മീൻകറി വെക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും മീൻകറി വെക്കാനല്ലേ. പിന്നെ നമ്മുടെ കുറേ പിള്ളേർ നമ്മുടെ വീഡിയോ കാണുമല്ലോ, അപ്പോൾ അവർക്കൊന്ന് മനസ്സിലായെങ്കിൽ മനസ്സിലായിക്കോട്ടെ, അവർക്ക് പഠിക്കാനും ഇങ്ങനെ പാചകം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒറ്റയ്ക്ക് ചെയ്തില്ലെങ്കിലും അമ്മമാരെ സഹായിച്ചെങ്കിലും കൊടുക്കട്ടെ അല്ലേ എല്ലാവരും. അപ്പോൾ അതെ, അപ്പോൾ മീനൊക്കെ പിറക്കിയിട്ടു. അവസാനം കുറച്ച് വേപ്പിലയും തൂക്കി കൊടുക്കണം കേട്ടോ, കറിയൊക്കെ സെറ്റായി തിളച്ചൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ ഒരു കൊറിയറും കൊണ്ട് വന്നു. കൊറിയറെന്ന് കാണുമ്പോഴേ ഞാൻ ഓടിച്ചെല്ലും, എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചേട്ടൻ്റെ ഫോണിൻ്റെ കവറായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഫോൺ iPhone 12 ആണ് കേട്ടോ. 2-3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് നമ്മൾ ആ ഫോണ്. അപ്പോൾ അതിൻ്റെ കവർ കുറേ കടയിൽ നോക്കി നടന്നിട്ട് ഒന്നും കവർ കിട്ടിയില്ല ഗൈസ്. നമ്മൾ എവിടെയോ ദൂരെ പോയപ്പോഴും കവർ നോക്കി, നമ്മുടെ അടുത്തുള്ള കടയിലും ഒക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ചേട്ടൻ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തു. അതെന്താണെങ്കിലും നന്നായി. ഒരു 1.5 കവറായിരുന്നു ഗൈസ്. അതായത് നല്ല സോഫ്റ്റ്. ഇത്രയും നാളായിട്ട് നമ്മൾ എന്തോരം കവറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവർ ഇതാണ്. പഞ്ഞി പോലെ ഇരിക്കുന്ന, പുറകിൽ തൊടുമ്പോഴേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുക്കി വെച്ചെന്ന് പറഞ്ഞ തുണിയില്ലേ, അതെല്ലാം കൊണ്ടിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ വർക്ക് ഏരിയയിൽ നിന്നാണ് കഴുകുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ചീത്തായിട്ട് പോയിട്ട് കുറേ നാളായി ഗൈസ്. വേറെ വാങ്ങിച്ചിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എലി കടിച്ച് അതിൻ്റെ വയറെല്ലാം പൊട്ടിച്ച് കളഞ്ഞാണ് നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ കേടായിപ്പോയത്. പുതിയത് വാങ്ങിച്ചാലും ഞാൻ ഇതിനു മുമ്പ് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ എലീനെ പേടിച്ചിട്ട് മേടിച്ചില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും, ഞാനും അമ്മയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും തുണി കഴുകും. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനുള്ള അത്രയും തുണിയൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം ഇത്രയും തുണി, ഒരു ബക്കറ്റ് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴുകാൻ. അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ വിരിക്കാൻ വന്നു. ചേട്ടനാണ് സാധാരണ ഞാൻ കഴുകി വെച്ചാൽ ചേട്ടൻ കൊണ്ടുപോയി വിരിച്ചോളും. അപ്പോൾ ഇന്ന് ഞാനും ഓടി പുറകെ ചെന്നതാണ്. ഞാൻ പിഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം പോയിട്ടില്ല, ഒന്നുകൂടി നല്ലോണം പിഴിയണമെന്ന് പറയാൻ വേണ്ടി ഞാൻ പുറകെ ചെന്നതാണ്. പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു നിന്ന് പിന്നെ ഞാനും ചേട്ടനും ഒരുമിച്ച് വിരിച്ചു. കുഞ്ഞപ്പൻ്റെ ജീൻസ് ഞാനൊന്നും പിഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പോയില്ല ഗെയ്സ്. അപ്പോൾ ഞാൻ ചേട്ടനെ എറിഞ്ഞു കൊടുത്തു, ക്യാച്ച് പിടിച്ചിട്ട് ഒന്ന് വിരിച്ചിട്ടേക്കാൻ പറഞ്ഞു കേട്ടോ. ചേട്ടൻ നല്ലോണം പിഴിഞ്ഞിട്ട് വിരിച്ചിട്ടു. അപ്പം ഞാൻ ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ തുണി വിരിക്കാൻ ചേട്ടൻ്റെ കൂടെ പോയേ. വേറെ ഒന്നുമല്ല, ഇങ്ങനെ വെയിലത്ത് പോകുന്നു. വേറൊന്നുമല്ല ഗൈസ്, വൈകുന്നേരം ഒരു റിസപ്ഷൻ ഉണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ വേഗം ചെയ്യുന്ന പരിപാടി കടലമാവാണ്. കടലമാവിൽ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പാലും ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇത് തേക്കും കേട്ടോ. എനിക്ക് ഭയങ്കര റിസൾട്ടാണ് ഗൈസ് ഈ കടലമാവ്. ഇത് തേച്ച് കുറച്ച് നേരം ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഫ്രഷ് ലുക്ക് തോന്നും. ചിലവരുടെ സ്കിന്നിന് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഓരോ റെമഡീസ്, ഹോം റെമഡീസ്. അതിൽ എനിക്ക് ഏറ്റവും സിമ്പിളും ചെയ്യാൻ ഈ കടലമാവിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതൊക്കെ തേക്കാൻ ഭയങ്കര മടിയാണ്. ചേട്ടൻ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇവർ ആണുങ്ങൾ അങ്ങനെയൊന്നും ഇങ്ങനത്തെ ഹോം റെമഡീസ് ഒന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ലല്ലോ പെണ്ണുങ്ങളെ പോലെ. അപ്പം ഞാനാണെങ്കിൽ ചേട്ടനെ പിടിച്ചിരുത്തിയിട്ട് തേക്ക് പ്ലീസ് എന്നും പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് തേപ്പിക്കുകയാണ് കേട്ടോ. ചേട്ടൻ്റെ മുഖത്താണെങ്കിൽ തേക്കാൻ സ്ഥലമില്ല, ഈ താടിയും കൃതാബും അതും ഇതുമൊക്കെ അല്ലേ. പിന്നെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഞാൻ എവിടെയോ കുറച്ച് സ്ഥലം കണ്ടുപിടിച്ച് അവിടെയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ താള് തേക്കുവാണെങ്കിൽ ഞാൻ ചേട്ടനെയും പിടിച്ചിരുത്തി താളി ഇട്ട് കൊടുക്കും കേട്ടോ. താളിയൊക്കെ വല്ലപ്പോഴൊക്കെ ഇടുകയുള്ളൂ, എല്ലാം ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യത്തൊന്നുമില്ല. അപ്പം എന്നിട്ട് മുഖത്ത് നമ്മൾ എന്ത് സാധനമാണെങ്കിലും അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മുഖം പോയി കഴുകി കേട്ടോ. അപ്പോൾ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ അതേ അമ്മ എന്തോ കുറേ എഴുതാനും കാര്യങ്ങളൊക്കെ, അമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മക്ക് അതിൻ്റേതായ എന്തോ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പുറത്തെ പരിപാടികളും പണികളും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നിരുന്ന് എന്തോ എഴുതുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യണം കണ്ടിട്ട് അമ്മ അടിച്ചോട്ടെ തുടച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് പോയിരുന്നാണ് കേട്ടോ.
അങ്ങനത്തെ അപ്പോൾ അതേ സിറ്റ് ഔട്ടൊക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ ഈ തുടയ്ക്കുന്ന ആ സംഭവം കണ്ടില്ല, ആ യെല്ലോ കളറിൽ അതിൻ്റെ ഒരു പാത്രം, അത് കാണുന്നില്ല, അത് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ചേട്ടനാണെങ്കിൽ എന്നെ ചീത്ത പറയും, ഈ സാധനത്തിൻ്റെ കൂടെ അതുള്ളത് തന്നെ ഇത് വെള്ളം പിഴിഞ്ഞെടുക്കാനാണ്, നീ എന്നിട്ട് എന്താണ് ഈ കൈ വെച്ച് പിഴിയുന്നത് എന്നും പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞിട്ട് ചേട്ടനും പോയി പൊക്കിക്കൊണ്ടുവന്നാണ് കേസ് ആ സംഭവം. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, പക്ഷെ ഞാൻ മടി കാരണം അത് എടുക്കാറില്ല. അതായത് അത് ഭയങ്കര വലിപ്പമുള്ളതുകൊണ്ട് എനിക്ക് അതും പൊക്കി പിടിച്ച് നടക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബക്കറ്റിലാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് സാധാരണ തുടയ്ക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, ഇത് ആ സ്റ്റിക്ക്, അതിൻ്റെ അകത്ത് നമ്മൾ അയ്യോ അത് കറക്കുന്നൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ലല്ലേ. അത് ഉണക്കാൻ സിമ്പിളാണ്. ഈ സാധനം കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അതിൽ നിന്ന് തനിയെ പോകും, കാറ്റ് കൊണ്ട് അത് ഉണങ്ങും കേട്ടോ ആ സ്റ്റിക്ക്. അതാണ് ആ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഞാൻ അതേ മുറി തുടയ്ക്കാം. ഇത് നമ്മുടെ മുറിയാണ് കേട്ടോ. ആ കട്ടിലും ബെഡും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്ന ഒരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ നമ്മുടെ മുറിയിൽ. പിന്നെ ദേ കണ്ടില്ലേ, അത് കഴിഞ്ഞ് ഞാൻ ഹോളും ഒക്കെ തുടച്ചു, എല്ലാം നല്ല വൃത്തിയാക്കി. അപ്പോൾ വൈകുന്നേരം റിസപ്ഷന് പോകണം, അതാണ് ഞാൻ വേഗം തന്നെ ധൃതി പിടിച്ച് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുളിക്കണം, ചേട്ടന് കുളിക്കണം, കുഞ്ഞപ്പൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞപ്പനെ മേലെ കഴിക്കണം, അവന് എന്തെങ്കിലും കൊടുക്കണം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ദൂരെ അവിടെ മുഹമ്മ അവിടെ എവിടെ എന്തോ ആണ് നമ്മുടെ റിസപ്ഷന് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കേട്ടോ, എന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോഴേക്കും വൈകുന്നേരം കുഞ്ഞപ്പൻ വന്നു. അപ്പം നമുക്ക് ഒരു മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് വീട്ടിൽ നിന്ന് അവിടെ റിസപ്ഷൻ്റെ സ്ഥലത്ത് എത്താൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ കാത്തു നിന്നിട്ട് വേഗം വാടി, വേഗം വന്നാൽ താമസിക്കരുത്, കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന് അപ്പം തന്നെ വന്നോന്നൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവ സ്കൂളിൽ പോയി യോഗ പഠിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വജ്രാസനം എന്നാ പറഞ്ഞ, പിന്നെ വേറൊരു ആസനം കാണിച്ച് ഇങ്ങനെയൊക്കെ. അതെന്ത് സാധനോടാ, ചിമ്മുതിയോ? പിന്നെ എന്താ ഉള്ളത്? അത്രല്ല, ഒന്ന് യോഗ കാണിച്ച, ആദ്യം തൊട്ടേ കാണിച്ചേ. സാറ് എങ്ങനെ യോഗ പഠിപ്പിക്കണം, എക്സർസൈസ് ഇങ്ങനെയൊക്കെ കാണിപ്പിക്കോ? പിന്നെ പിന്നെ മീൻ ഇനി അങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കും. എന്നിട്ട് മറ്റേ കാലിന്റെ മുകളിൽ വെക്കൂലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്നിട്ട് കണ്ടല്ലോ, കുഞ്ഞപ്പൻ യോഗയുടെ സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു തരികയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ട്. സാധാരണ ഇവൻ ഇങ്ങനെയൊന്നും എന്നെ ഇതുവരെയും കാണിച്ചിട്ടില്ല ഗൈസ്. യോഗ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സ്കൂളിൽ, പക്ഷെ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ നല്ലോണം ഉണങ്ങിയിട്ടൊന്നുമില്ല. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചതാണ് കേട്ടോ. പിന്നെ ഇവൻ വന്ന സമയത്ത് ഇവനെ പുറകെ നടന്നപ്പോൾ എപ്പോഴോ മുടി ഞാൻ കെട്ടി വെച്ചു അറിയാതെ. അപ്പോൾ മുടിയുടെ ഉള്ളിലൊന്നും നല്ലോണം ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ സമയമില്ല ഗൈസ്, നമുക്ക് ആലപ്പുഴയിൽ മുഹമ്മ വരെ എത്തേണ്ടതാണ്. നമ്മളിവിടെ എറണാകുളം ആലപ്പുഴ ബോർഡറിൽ കിടക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഈ സന്ധ്യ സമയത്ത് അവിടം വരെ ഈ മുഹമ്മ വരെ എത്തണ്ടേ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ റിസപ്ഷനാണ്. കല്യാണം അന്ന് തന്നെ രാവിലെ കഴിഞ്ഞായിരുന്നു കല്യാണം. അപ്പോൾ റിസപ്ഷനാണ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ എത്തി. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് സ്റ്റെഫിന്നും അനിലെന്നും ആണ് കേട്ടോ. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ അവന് ജോലി കിട്ടി അവൻ പോയായിരുന്നു കേട്ടോ. അവൻ അത്രയും ഒരു നല്ല കുട്ടിയാണ് ഗൈസ്. രണ്ടുപേർക്കും ഈ വൈകിയ വേളയിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? സന്തോഷമുണ്ടോ? എന്തെങ്കിലും നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടോ നടത്താൻ? ഇല്ലേ? ഗൈസ്, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാർ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ വരുന്ന വഴി ഉറങ്ങിപ്പോയി ഗൈസ്. കാറിൽ കിടന്ന് എൻ്റെ മടി കിടന്ന് അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ബാക്കി രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അവരെ മര്യാദക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഇതാണ് ആതിര. ഈ താഴെ ഇരിക്കുന്ന കണ്ടില്ലേ, ഉമേഷും അവൻ്റെ വൈഫുമാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കിക്കേ നനഞ്ഞിരിക്കുന്നത്. കുഞ്ഞപ്പൻ എൻ്റെ മേത്ത് കിടന്നാണ് കാറിൽ ഉറങ്ങിയത്. അപ്പോൾ അവൻ വിയർത്ത് കുളിച്ചു പോയി ഗൈസ്. അങ്ങനെ എൻ്റെ മേലൊക്കെ വിയർപ്പായി കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ, കുറച്ച് നേരം അവളോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞപ്പൻ ആരോടും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. എന്തൊക്കെ അറിയണോ? ഐസ്ക്രീമാ? അമ്മ തരാം. നല്ല ചുമയാണ്. അപ്പൊ ഞാൻ ഐസ്ക്രീം തിന്നരുതെന്ന് പറഞ്ഞു. ഇല്ല പൊന്നി തരാം. ഹേ ഗൈസ്, ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ശുണ്ട്രൻ ബിരിയാണി തിന്നോ? തിന്നൂലേ?
വേറൊന്നും കൊണ്ടല്ല, കാറിൽ ഇരുന്നപ്പോൾ ഞാൻ കുഞ്ഞപ്പനോട് പറഞ്ഞായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഐസ്ക്രീം ഉണ്ടാവും, അത് എടുക്കരുത്, കഴിക്കരുത്. അവന് ചെറിയ ചുമയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം, എത്ര കഴിച്ചാലും മതിയാവില്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ കാറിൽ വെച്ച് പറഞ്ഞപ്പോൾ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂളി കേട്ടു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഐസ്ക്രീം കണ്ടിട്ട് എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ലേ, അവിടെ ഒരു മൂല ഇരുന്ന് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്, എന്നോട് ചോദിച്ചാൽ ഇനി അമ്മ വഴക്കിടുമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഞങ്ങൾ. കുടിച്ചിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, മഴ ചതിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ സംസാരിക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടായിരുന്നു, ഒന്നും പറയാൻ പറ്റിയില്ല. സത്യത്തിൽ അതാണ്, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ശരിക്കും. അതിന് എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. ഇനി വേറെ ആരുടെയെങ്കിലും കല്യാണം വരണം, അപ്പോഴുള്ള സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടായിരുന്നു, സ്റ്റൂ ഉണ്ടായിരുന്നു, കപ്പ ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൂവും മറ്റേ കപ്പയും ചപ്പാത്തിയും അതൊന്നും എടുത്തില്ല. നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. കാരണം അത് പലതും ഇങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് പിടിച്ച് തിന്നാനൊന്നും സമയമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ആ ബിരിയാണി തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞത് കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്. അപ്പം ഞാനും കുഞ്ഞപ്പനും ഒരേ പ്ലേറ്റിൽ തന്നെ, ആ പ്ലേറ്റിൽ തന്നെ ഞാനും കുഞ്ഞപ്പനും കൂടി കഴിച്ചു. ഇത് ആതിരയാണ്, ഇത് അപർണയാണ്. ഇത് രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ കോളേജിലെ. അപ്പോൾ അത് അവൻ കണ്ടില്ല, ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വാരി ബിരിയാണിയൊക്കെ കൊടുത്തു കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വർത്താനം പറയാനേ പറ്റുള്ളൂ കേട്ടോ. കുഞ്ഞപ്പം പോയി ചെറുക്കനും പെണ്ണും നേരത്തെ ഇരുന്ന സോഫയിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞതേ ഞങ്ങൾ യാത്രയായി ഗൈസ്. പോകുന്ന വഴിയിൽ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം, ഞാൻ കാണിച്ചു തരാൻ കേട്ടോ മഴ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഗേൾസ് അല്ലേ, അപ്പോൾ അവർക്ക് വേഗം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവളുമാരും എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഉത്സവം എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ച് വരാൻ നേരത്ത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് പരിപാടി കാണാമെന്നൊക്കെ പറഞ്ഞതാണ് അച്ചായി. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഗെയ്സ്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. പിന്നെ കുഞ്ഞപ്പനാണെങ്കിലും ഭയങ്കരമായിട്ട് ടയേർഡായി, അവന് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ അതേ അമ്പലത്തിൽ ഓട്ടംതുള്ളലാണോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. മഴ കാരണം എല്ലാവരും ഇങ്ങനെ ഒരു പന്തൽ കിട്ടിയതിൻ്റെ ഉള്ളിൽ വന്നിരുന്നാണ് പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ മഴ. വൈപ്പറിനൊക്കെ ഒരു പരിധിയില്ലേ, വൈപ്പറിന് പോലും വെള്ളം തുടച്ച് കളഞ്ഞിട്ട് അത്രയും മഴ. അപ്പോൾ ചേട്ടനും പറയുമായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും മഴയത്ത് വണ്ടി ഓടിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്. ഞാൻ അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ അച്ചടി ചോദിക്കുവാണ് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഊഹത്തിന്. നമ്മുടെ ഫ്രണ്ടേ ഒരു വണ്ടി പോയത് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിലത്തെ ആ റെഡ് ലൈറ്റിൻ്റെ വെളിച്ചം പിടിച്ചാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അങ്ങനത്തെ മഴയായിരുന്നു. കുഞ്ഞവനാണെങ്കിൽ കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ അത്ര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് ഇത്. അപ്പോൾ അത്രയുള്ളൂ. സീ യു. ഇത് കുഞ്ഞപ്പനെയും കൂടി കാണിച്ചു തരാം. ഉറക്കപ്പിച്ചിൽ എണീറ്റ് വരുന്ന കുഞ്ഞപ്പനെയും കൂടി കാണിച്ചു തരാം. വേഗം കൊണ്ടുപോയി അവനെ അകത്ത് കിടത്തി ഞങ്ങളും വേഗം കിടന്ന് ഉറങ്ങി കേട്ടോ. അത്ര ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, പാവം തൂങ്ങിപ്പോയി ഗൈസ്. ബൈ സീ യു.